ഹലോ എവ്രിവൺ. കുറച്ച് താമസിച്ച് പോയി വീഡിയോ ഇടാനല്ലേ. വേറൊന്നും കൊണ്ടല്ല, ഒരു ന്യൂ ഫോൺ സെറ്റപ്പ് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷെ പറ്റിയില്ല. എന്നാൽ പിന്നെ സമയം കളയണ്ട, ഉള്ളത് വെച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മുമ്പേ ഒരു ഡേ എങ്ങനെയായിരുന്നു എന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അതിൽ മാത്രം കാര്യമില്ലല്ലോ, അതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ. എന്നാൽ കുറച്ച് അറിവുള്ള കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്താലോ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഷെയർ ചെയ്യാനാണ് വന്നത്. ഒരു ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് അത് വർക്കൗട്ട് ആക്കിയ ഒരു കാര്യമാണ്. അതിന് നല്ല കുറച്ച് റിസൾട്ട് നല്ലതായിരുന്നു കേട്ടോ. എന്നാൽ അത് പറയാമെന്ന് വിചാരിച്ചേ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ ടോക്സിക് പീപ്പിൾ. കുറേ പറയാനുണ്ടായിരുന്നു, ചെറുതാക്കി ഞാൻ പറയാം. എന്നാലേ ചിലപ്പോൾ കേൾക്കാൻ ആളുകളുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ബോറാകുമല്ലേ. പെട്ടെന്ന് പറയാവേ. ഈ ടോക്സിക് പീപ്പിൾ എന്ന് കേട്ടിട്ടുണ്ടോ? ടോക്സിക് പീപ്പിൾ എന്ന് വെച്ച് മലയാളത്തിൽ പറഞ്ഞാൽ ഈ അകത്ത് വേറൊന്നും പുറത്ത് വേറൊന്നും കാണിക്കുന്ന ആൾക്കാരില്ലേ. പുറത്തുനിന്ന് നമ്മളോട് വളരെ സ്നേഹമായിരിക്കും, വളരെ കെയറിങ് ആയിരിക്കും. പക്ഷെ അകത്ത് നമ്മുടെ സക്സസ്സിനെയും നമ്മുടെ ഹാപ്പിനെസ്സിനെയും വെച്ച് വളരെയധികം ജലസി ഫീൽ ചെയ്യുന്നവർ ഒക്കെ ഉണ്ടാവില്ലേ. നമ്മുടെ സക്സസ്സിന് വേണ്ടി അത്ര വലിയ ആഗ്രഹിക്കാത്തവരും ഹാപ്പി ആകാത്തവരും ഒക്കെ നമ്മുടെ സറൗണ്ടിങ്ങിലേക്ക് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. അങ്ങനെയുള്ളവർ ഓരോ പ്രവൃത്തികൾ കാരണം നമ്മുടെ ലൈഫിന് ഒരുപാട് എഫക്റ്റ് ചെയ്യും. പക്ഷെ കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും അത് നമുക്ക് ആ ഒരു മെൻ്റൽ സ്ട്രെസ്സിൽ നിന്ന് പുറത്ത് വരാതിരിക്കും. എന്നാലും അവർ ആ ഒരു ആക്ഷൻ കഴിഞ്ഞ് നമ്മുടെ അടുത്ത് സോറി പറഞ്ഞു കഴിയുമ്പോൾ നമ്മളത് ക്ഷമിക്കും. അങ്ങനെ ക്ഷമിക്കുന്നത് തെറ്റാണെന്നല്ല, വളരെയധികം തെറ്റാണ്. ക്ഷമിക്കുക. അവരെ കാണുമ്പോൾ ചെന്ന് ഫൈറ്റ് ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ഒരു പ്രവൃത്തി, അവരാ ചെയ്ത കാര്യം എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക. അത് കഴിഞ്ഞ് അവരുടെ കൂടെ ഒരു ലൈഫ് മുന്നോട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഓഫീസിലായിക്കോട്ടെ, നമ്മുടെ ഫാമിലിയിലായിക്കോട്ടെ, ഫ്രണ്ട് സർക്കിളിലായിക്കോട്ടെ, പക്ഷെ അത് എപ്പോഴും ഓർത്ത് വെച്ചിട്ട് വേണം നമ്മൾ അവരുടെ അടുത്ത് പിന്നീട് നമ്മുടെ ഉള്ള ഇടപെടൽ. ഓക്കെ, അങ്ങനെയുള്ളവരെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഈ എനർജിയിലെ ഊർജം അതൊരിക്കലും കള്ളം പറയാറില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫങ്ഷനോ അല്ലെങ്കിൽ ഒരു ടൂറിന് പോകുമ്പോൾ നമ്മൾ വളരെയധികം സ്ട്രെസ്ഡ് ഫീൽ ആവാറില്ലേ? നമ്മുടെ ഹെഡൊക്കെ വളരെയധികം ഹാവി ആയിട്ട് തോന്നാറില്ലേ? അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ആ കൂട്ടത്തിലുള്ള ഒരാളെങ്കിലും നെഗറ്റീവ് എഫക്റ്റ് ഉള്ളതായിരിക്കും. അതുപോലെ ഞാൻ തിരിച്ചും പറയാം, നമ്മളും അതുപോലെ തന്നെ നെഗറ്റീവ് എഫക്റ്റ് ക്യാരി ചെയ്യാൻ പാടില്ല. ഓൾവേസ് ബി പോസിറ്റീവ്. അതായത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള ഡ്രസ്സിങ്ങും മേക്കപ്പും ആ ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കും. കമ്പാരിഷൻ ഒരിക്കലും പാടില്ല. ഓക്കെ, ഇനി അങ്ങനെയുള്ളവരെ എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് പറയാവേ. അങ്ങനെയുള്ളവരുണ്ടല്ലോ, ഒരിക്കലും ഗ്രേറ്റ്ഫുൾ ആയിരിക്കില്ല. ദേ നെവർ ഗ്രേറ്റ്ഫുൾ. അവരുടെ ലൈഫിൽ ഒരിക്കലും ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യില്ല. എപ്പോഴും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പരാതികൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുവേ. അങ്ങനെയുള്ളവർ ടോക്സിക് പീപ്പിളിൽ കൺസിഡർ ചെയ്യുന്നതാണ് എനിക്കങ്ങനെ തോന്നിയേ. പിന്നെ അവർ ക്രെഡിറ്റബിൾ ആയിരിക്കില്ല. മറ്റുള്ളവരുടെ ക്രെഡിറ്റബിലിറ്റി യൂസ് ചെയ്ത് അവർ വലിയ ആളാകാൻ നോക്കും അല്ലേ. അങ്ങനെയുള്ളവരും അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കുറച്ച് പേരുണ്ട് ഇൻസെക്യൂർ ആയിട്ടുള്ളവർ. എപ്പോഴും അവരവരുടെ ഭാഗം സേഫ് ആക്കിയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ നമ്മൾ കുറച്ച് അകത്ത് നിർത്തുക. ഉള്ളവരോടെ നമ്മൾ നമ്മുടെ ഹാപ്പിനെസ്സും അല്ലെങ്കിൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്സും ഷെയർ ചെയ്യുമ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു പ്രാവശ്യം മനസ്സിലാക്കിയാൽ അത് പിന്നെ ശ്രദ്ധയിൽ എപ്പോഴും ഇരിക്കുക. ഓക്കെ, അവരുടെ അടുത്ത് ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ളവരെ എത്രയും വേഗം തന്നെ നമ്മുടെ ലൈഫിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഫാമിലിയിൽ ഫ്രണ്ട് സർക്കിളിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു തരം ആൾക്കാരാണ് ഈ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാനിരിക്കുന്നവർക്ക്. അവർക്ക് വേറെ ഒരു പണിയുമില്ല. എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടുപിടിക്കും. മറ്റൊരാളുടെ കുറ്റങ്ങൾ നമ്മളോട് പറയും, നമ്മുടെ കുറ്റങ്ങൾ മറ്റൊരാളോട് ചെന്ന് പറയുന്നവർ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചേക്കണേ. അവരൊരിക്കലും കൊള്ളില്ല കേട്ടോ. അവരൊരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. നമുക്ക് എപ്പോഴും അവരുടെ ഭാഗത്തുനിന്നൊരു പണി കിട്ടുകയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ചിലരുണ്ട് ഒരിക്കലും കൈൻഡ്നെസ് ആയിരിക്കില്ലേ. എന്ന് വെച്ചാൽ അവരെപ്പോഴും നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ മെയിൻ ടാർഗറ്റ് എന്താണെന്നറിയോ? നമ്മുടെ വീക്ക്നെസ്സിനെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നെവർ ഷോ അവർ ഡർട്ടി ക്ലോത്ത്സ് ഇൻ ഫ്രണ്ട് ഓഫ് എനിവൺ. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ കാര്യം, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ പ്രോബ്ലം ഇല്ലാത്തവരില്ലല്ലോ. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ പ്രോബ്ലം എല്ലാവരുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്നല്ല. അത് ഏത് രീതിയിലാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പം ബി കെയർഫുൾ. എല്ലാവരുടെയും ലൈഫിലുണ്ടാവും നമ്മുടെയൊക്കെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാൻ ഒരാൾ അല്ലേ. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഞാനൊരു ബെസ്റ്റ് ഐഡിയ പറയാം. ടോക്ക് ടു യുവർ സെൽഫ്. നിങ്ങളുടെ പ്രോബ്ലത്തെ പറ്റി നിങ്ങളോട് തന്നെ സംസാരിക്കുക. ഈ ലോകത്ത് ആരെക്കാളും ഏറ്റവും നല്ല സൊല്യൂഷൻ പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും നിങ്ങളോട് അല്ലേ. അപ്പം പറയാൻ പോകുന്ന ഒരു തരം ആൾക്കാരുണ്ടല്ലോ, എല്ലാവരുടെയും ഫാമിലിയിലും ഒക്കെ കാണും. അവരുണ്ടല്ലോ, നമ്മൾ എത്ര അവരുടെ മിസ്റ്റേക്സ് ചൂണ്ടിക്കാണിച്ചെന്ന് പറഞ്ഞാലും ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്താലും ഒരു രീതിയിലും അത് അക്സെപ്റ്റ് ചെയ്യില്ല. അവരവരുടെ മിസ്റ്റേക്കിനെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്ത ആക്ഷൻ ഇങ്ങനെ ന്യായീകരിക്കുന്നവരില്ലേ,
അവർ ഒരിക്കലും ശരിയല്ല കേട്ടോ. അത് അവർ നമ്മളുടെ ലൈഫിൽ വളരെയധികം നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക, അവരിൽ നിന്നും ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക.